ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷൻ 5ാം വാർഷികാഘോഷം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പെരുമ്പള്ളി SN ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര താരവും കാരുണ്യ പ്രവർത്തകയുമായ ലേഖ നായർ ഉദ്ഘാടനം ചെയ്തു. പാട്ടും വാദ്യവും നൃത്തവും ഒക്കെയായി പരിപാടികൾ ഭംഗിയായി നടന്നു. വിട പറഞ്ഞ ഭാവഗായകൻ P. ജയചന്ദ്രന് സംഗീത സ്മൃതി സമർപ്പിച്ചു. ജെയ്മോ നാക്കനത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് NK സോമൻ അധ്യക്ഷത വഹിച്ചു. ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു, അനിൽ പ്ലാവിയൻസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നായരമ്പലത്തിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും PC ചന്ദ്രബോസിന്റെ ഫ്യൂഷൻ വാദ്യസംഗീതവും ദയാ വിനോദിന്റെ നൃത്തവും സിദ്ധാർത്ഥ ജേതു, സർഗ ജേതു എന്നിവരുടെ ഗസൽ സംഗീതവും നടന്നു. സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന സിബി നായരമ്പലം, PC ചന്ദ്രബോസ്, സന്തോഷ് ഞാറക്കൽ, ബാലകൃഷ്ണ കമ്പത്ത്, സിദ്ധാർത്ഥ ജേതു, സർഗ ജേതു എന്നിവരെ പിന്നണി ഗായകൻ അനൂപ് കൃഷ്ണനും രേഖ നായരും ആദരിച്ചു. ഇതിന്റെ ഭാഗമായി ജയചന്ദ്രൻ സ്മൃതി ഗാനാലാപന മത്സര വിജയികൾക്ക് സമ്മാനവും നൽകി. മുങ്ങിത്തോർത്തി വന്ന മധുമാസ ചന്ദ്രിക ഏതോ സ്വപ്ന വസന്തവനത്തിലെ ഏകാന്ത പതികെ അനുരാഗ ഗാനം പോലെ അഴകിന്റെ അലവിടർത്തിയ അമരഗായകൻ മധുചന്ദ്രികയുടെ ചായത്തകിലെ മല്ലികപ്പൂവിൽ മധുരഗന്ധം നിറച്ച മഹീപതി മലയാള ഭാഷ മാദക ഭംഗിയിൽ മലർമാദഹാസം ചൊരിഞ്ഞ അനവജ്ഞ വാണി കരിമുടിക്കാട്ടിലെ കനകാമരത്തിലെ കമനീയ കരങ്ങളാൽ തിരുവാഭരണം ചാർത്തിച്ച തിരുവാതിര നക്ഷത്രം മല്ലിക ആനന്ദെ വീണാൽ മന്ദാര മലർ ശരവീത മന്മത മണ്ണൻ മലർവാഴ കൊമ്പത്ത് ചാഞ്ചാടിയ മലർവി ഇഷ്ടപ്രാണേശ്വരിയുടെ ഏതത്തോട്ടം സ്വന്തമാക്കിയ സുധാകരൻ നീല മല പൂവയിലിന് വർണ്ണ കൊട്ടാരം കെട്ടിയ കർമ്മയോഗി നീലഗിരിയുടെ സഖികളെ സുപ്രഭാതം പാടി ഉണർത്തിയ സുമംഗളവാണി ഉഷസ് പോലുണർന്ന ഒരു യുഗചേതനയെ ഉപാസനയായി ഉയർത്തിയ നാദയോഗി ഒടുവിൽ അഗാധ നീലിമയിൽ ഹൃദയ വേദനകൾ ഒളിപ്പിച്ച് ഒരു ശോകബിന്ദുവായി ചക്രവാളത്തിൽ മറഞ്ഞ മലയാളത്തിന്റെ ഭാവഗായകന് നിറകട്ടോടെ വിട വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷന്റെ ഹൃദയംഗമമായ ആദരത്തിലേക്ക്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്ന പ്രിയ കലാസ്നേഹികളെ, ഒരു നല്ലൊരു പരിപാടി ഞങ്ങളുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുവാനുള്ള ഒരു എളിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു പ്രോഗ്രാം ഒരു അങ്ങേയറ്റം പ്രൊഫഷണലിസമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒട്ടേറെ പരിശ്രമിച്ചിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുപാട് പേരെ വിളിക്കുകയും അവരെല്ലാം തന്നെ 4 മണിയോടെ തന്നെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചെങ്കിലും പലർക്കും പലവിധ തിരക്കുകളുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനത്തിന് മൊത്തം നിറയാവുന്ന ഒരു ഓഡിയൻസ് ഇല്ലാതെ വന്നത്. എങ്കിൽ പോലും നമ്മൾ അധികം വൈകി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ 25ഓളം പാട്ടുകളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആദ്യം വന്നവരോട് കാണിക്കുന്ന ഒരു നീതികളായിരിക്കും അധികം വൈകിയാൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം എളുപ്പത്തിൽ തന്നെ ആരംഭിച്ചത്. എന്തായാലും ഞാൻ ഞങ്ങളുടെ കടമയിലേക്ക് കടക്കട്ടെ.
വിസയുടെ പ്രസിഡന്റ് അധ്യക്ഷനായ സോമൻ മാസ്റ്റർ, അദ്ദേഹം ഒട്ടേറെ കലകളിൽ വൈവിധ്യമാർന്ന പല കലകളിൽ നിപുണനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് നമുക്ക് നല്ലൊരു പരിപാടി പബ്ലിക്കിന് വേണ്ടി ചെയ്യാമെന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പബ്ലിക് അറിയുന്ന, വിസയെക്കുറിച്ച് അറിയുന്ന ഒരു നല്ല പ്രോഗ്രാം. അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സഫലീകരിക്കുക ഒറ്റ ഉദ്ദേശത്തിലാണ് ഇവിടെ ഒരു 5ാം വാർഷികം ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത്. അതിന് ഇടയ്ക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഭാവഗായകൻ പി ജയചന്ദ്രൻ നമ്മളെ വിട്ട് വേർതിരിഞ്ഞു പോയത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്മൃതിഗാന ആലാപനം കൂടി നടത്തുവാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പ്രോഗ്രാമിൽ അധ്യക്ഷം വഹിക്കാനെത്തിയ ഞങ്ങളുടെ പ്രിയങ്കരനായ സോമൻ മാസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. എത്തിച്ചേർന്നോളാമെന്ന് പറഞ്ഞ് വളരെ നല്ല മനസ്സോടെ എത്തിച്ചേർന്ന ലേഖാമേളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേഖാമേളം വളരെ അധികം സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അതോടൊപ്പം തന്നെ നിരവധി സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ ആ സിനിമയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും യാതൊരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ നല്ല നല്ല സാമൂഹ്യ സേവനങ്ങളും എല്ലാം ചെയ്യുന്ന ലേഖാമേളത്തിനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാം പ്രിയങ്കരനായ അനൂപ് ജി കൃഷ്ണൻ എന്ന പിന്നണി ഗായകൻ. അദ്ദേഹം നിരവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതേപോലെ ഒത്തിരി കാസറ്റുകളിൽ ഞാൻ രചിച്ചിട്ടുള്ള 2 പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ മനോഹരമായി കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആലപിച്ചിട്ടുള്ളത്. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടുള്ള നല്ലൊരു ഗായകനാണ്. എറണാകുളത്ത് നടക്കുന്ന ഒട്ടുമിക്ക പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ 7 പേരെ ആദരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വീണ്ടും വരെ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. എന്തായാലും അവർ വരുന്ന മുറയ്ക്ക് അവരെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ നമ്മളുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ശ്രീമതി മിനി രാജു. ഞങ്ങളുടെ വിഷയമായിട്ട് ഒരു പ്രത്യേക അടുപ്പമാണ് പ്രസിഡന്റിനുള്ളത്. അതിൽ എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഞാനൊക്കെ പള്ളിയിൽ വന്നാൽ അവിടെ കയറി ഒരു പാട്ടൊക്കെ പാടി ഞങ്ങളോട് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ പ്രസിഡന്റ് പോകാറുണ്ട്. വളരെ നല്ലൊരു മനസ്സിനുടമയാണ് പ്രസിഡന്റ്. ഇന്ന് ഇവിടെ നെരക്കെടുപ്പുണ്ടായിരുന്നു. ആ നെരക്കെടുപ്പിന് ഒരു 3:30 വരാൻ പറഞ്ഞു. 3 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അതിന്റെ കൗണ്ടർ പോയിന്റൊക്കെ കീറാൻ ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര നല്ലൊരു മനസ്സുള്ള ഒരു പ്രസിഡന്റിനെ വേറെ കാണാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ലൊരു മനസ്സിനുടമയാണ്. എന്ത് കാര്യത്തിന് നമ്മൾ വിളിച്ചാലും അപ്പൊ തന്നെ ഫോൺ എടുത്ത് തനിക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമതി മിനി രാജു. അങ്ങനെയുള്ള നമ്മുടെ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എൻ്റെ സുഹൃത്തും വാവയുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറിയും, അതുമാത്രമല്ല ഫ്രാഗ് എന്ന ഒരു സംഘടനയുണ്ട്. ഏതാണ്ട് 300ഓളം റെസിഡൻസുകളുടെ ഒരു കേന്ദ്ര സംഘടനയാണ് ഫ്രാഗ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ അനിൽ പ്രാവീൻസ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ വൈപ്പിൻകരയിലെ ബസ്സുകൾ നഗരപ്രവേശനം സാധ്യമാകുന്നതിന് വേണ്ടി നിരവധി സമരമുറകൾ ആവിഷ്കരിച്ച് അതിനുവേണ്ടി ഒട്ടേറെ പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്.
പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ജീവിത തിരക്കുകൾ മാറ്റിവെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതുമാത്രമല്ല വാവയുടെ എല്ലാ പ്രോഗ്രാമിനും എന്ത് ആവശ്യം വാവയുടെ പറഞ്ഞാലും അതിനെല്ലാം സമയം കണ്ടെത്തി വരുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ അനൂപ് പ്രാവിൻസ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സംഗീതജ്ഞനായ ബാലകൃഷ്ണ കമ്മത്താണ്. അദ്ദേഹം മെയിനായിട്ട് ഹാർമോണിയം വായിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം നല്ലവണ്ണം സംഗീതം പഠിച്ചു, രാഗങ്ങൾ എല്ലാമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതാണ്ട് 100ഓടടുത്ത് ഗാനങ്ങൾ അദ്ദേഹം പലർക്കു വേണ്ടി സംഗീതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏതാനും പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ തിരക്ക് പിടിച്ച ഒരു മേഖലയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല. അതിനിടയിൽ അദ്ദേഹം പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് രാത്രി 11 മണിക്കൊക്കെയാണ്. ആ സമയത്തൊക്കെ അദ്ദേഹം ഫോണിലായിരിക്കും. കാരണം 8 മണി 9 മണി വരെയൊക്കെ കടയിലിരുന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്ന് പിന്നീടുള്ള സമയം എന്തെങ്കിലും കച്ചേരിയോ എന്തെങ്കിലും റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിശീലനമായിട്ട് പ്രാക്ടീസൊക്കെ ആയിട്ട് പുള്ളി രാത്രി വളരെയേറെ സമയം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് വളരെ ഒരു അടുപ്പമാണ്. കാരണം നമ്മുടെ എല്ലാ ജീവിത തിരക്കിനിടയിലും സംഗീതത്തിന് വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് സംഗീതത്തെ അത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിദ്ധാർത്ഥ ജേതു ഇവിടെ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ ജേതുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒളിമ്പിക്കരയ്ക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ 2 യുവ പ്രതിഭകൾ വളർന്നു വരുന്നുണ്ട്. 2 അല്ല, ഒട്ടേറെയുണ്ട്. എന്നാലും ഇവരെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എൻ്റെ സുഹൃത്തായ ജേതുവിൻ്റെ മക്കളാണ്. സർഗ ജേതു കൂടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം. ഞാൻ കണ്ടില്ല, സോറി. സർഗ ജേതുവും സിദ്ധാർത്ഥ ജേതുവും ഇവര് സംഗീതത്തിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുന്ന 2 യുവ പ്രതിഭകളാണ്. സിദ്ധാർത്ഥ ജേതു RMI മ്യൂസിക് പഠിക്കുന്നു, BA ചെയ്യുന്നു. സിദ്ധാർത്ഥ ജേതു കേരളോത്സവത്തിന് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയ ഒരു വ്യക്തിത്വമാണ്. നല്ലൊരു കയ്യടി അതിന് കൊടുത്താൽ നമുക്ക്. ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ ആദരിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സർഗ ജേതു ഉറുദു ഭാഷയിൽ ഗസൽ അതിന് 3 തവണ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് വാങ്ങിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. സർഗയ്ക്ക് നല്ലൊരു കൈയ്യടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ പ്രതിഭാശാലിയായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നാടക സംഗീതത്തിലാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ രംഗം. അദ്ദേഹത്തിന് അതിൽ സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ കൂടി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഗീതജ്ഞന്മാരുമായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വരികൾ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹം അതിന് ട്യൂണിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ, അതിമനോഹരമായ ഓർക്കസ്ട്രേഷൻ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ചെയ്യും. ആ ിരിക്കുന്ന വിസയുടെ സാരഥികളായ എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ അകമഴിഞ്ഞ സ്നേഹം രേഖപ്പെടുത്തുന്നു. ജയമോൻ സാറ്, അതുപോലെ തന്നെ സോമൻ സാറ്, മിനി രാജു മാഡം, അനിൽ സാറ്, സാലി സാറ്, പിന്നെ വേദിയിലിരിക്കുന്ന ബാക്കി വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാനൊരു വലിയ പ്രസംഗിയൊന്നുമല്ല. ഇതുപോലെ ഉള്ള നന്മയുള്ള പ്രോഗ്രാമുകൾ, അതായത് ഇപ്പം ഈ ഐലൻഡിൽ ഇത് വലിയൊരു, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നല്ല കുറേ കലാകാരന്മാരുടെ കൂട്ടായ്മ, ഇത് നമ്മൾക്ക് നാടിന് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിതെറ്റിപ്പോകുന്ന തലമുറയെ ചേർത്ത് പിടിക്കുന്നതിന് ഇതൊരു വലിയ ഒരു സംരംഭം തന്നെയാണ്. ഇതിപ്പം 5ാം വർഷമാണ്. ഇതിൻ്റെ 5ാം വർഷത്തെ പ്രോഗ്രാമാണ് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്തത്.
ഇത് 5-ൽ നിന്ന് 50-ലേക്കും 50-ൽ നിന്ന് 100-ലേക്കും 100-ൽ നിന്ന് ഇത് 500-ലേക്കും വർഷങ്ങളോളം ഈ സംരംഭം, ഈ ഒരു കൂട്ടായ്മ, ഈ വിസ എന്ന് പറയുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ തഴച്ചു വളരട്ടെ എന്ന് ഒരു വലിയ ഒരു പടുവൃക്ഷം പോലെ, ഒരു വലിയ ആൽമരം പോലെ തളച്ചു വളരട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നന്മയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് എപ്പോഴും സംഗീത പ്രോഗ്രാം. സംഗീതം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ഒരു വരദാനമാണ്. അത് സാധാരണക്കാരന് സംഭവിക്കില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾക്ക് വരം പഠിക്കാൻ പറ്റും, നാടകം പഠിക്കാൻ പറ്റും, അഭിനയം പഠിക്കാൻ പറ്റും, എല്ലാം പഠിക്കാൻ പറ്റും. പക്ഷെ സംഗീതം എന്ന് പറയുന്നത് ശരിക്കും കണ്ഠശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. പഠിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ പാടണമെങ്കിൽ നല്ല കണ്ഠശുദ്ധി വേണം. അപ്പം ഒരു കൂട്ടം നന്മയുള്ള നല്ല കലാകാരന്മാരുടെ, ദൈവാധീനമുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ട് ഞാൻ ഈ വിസ എന്ന് പറയുന്ന കൂട്ടായ്മയെ കാണുകയാണ്. എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഭാവഗായകനായ ജയചന്ദ്രൻ മാഷിന്റെ ഓർമ്മയും കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അത്രയും വലിയ, നമ്മൾ ജനിച്ചപ്പം മുതലേ നല്ല പാട്ടുകൾ കേൾക്കുന്ന ഭാവഗായകനായിരുന്ന ജയചന്ദ്രൻ മാഷിന്റെ അനുസ്മരണവും കൂടി ഈ പ്രോഗ്രാമിനൊപ്പം നടത്തുന്നുണ്ട്. ഒരുപാട് നമ്മളുടെ മനസ്സിലെല്ലാം വിഷമമുണ്ട്. കാരണം കുറച്ച് നാളും കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല പാട്ടുകൾ കേൾക്കാമായിരുന്നു എന്ന ഒരു അഹങ്കാരം, അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു അഹങ്കാരമായിരുന്നു അദ്ദേഹം. ആ മനുഷ്യന്റെ വേർപാട് ഒരുപാട് സങ്കടമുണ്ട്. ഈ നല്ല പ്രോഗ്രാമിന് ഒപ്പം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ, ഇവിടെ നമ്മുടെ എന്നോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മുടെ ശിവദാസൻ ചേട്ടൻ. ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം സർവോദയ കുര്യൻ സ്മാരക പുരസ്കാരം എനിക്കായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസവും ഇവിടെ എനിക്കൊരു ആദരവുണ്ടായിരുന്നു, അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പിന്നെ എറണാകുളത്ത് MTV അവാർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഇവിടെ ഇരിക്കുന്നത്, സുജ ചേച്ചി ഞാനവരുടെ ചെറുപ്പത്തിൽ ഒരു വീട്ടിൽ വളർന്നവർ തന്നെയാണ്. ഞാനൊരു സാധാരണ ഗൾഫിലായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ നാടകത്തിലേക്ക് വന്നു. ആ നാടകം കളിച്ചു. അതവിടെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ 17 വർഷം സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരു യോഗ അധ്യാപികയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. ഞാൻ ഇന്റർനാഷണൽ യോഗ ടീച്ചറാണ്. അതിനുശേഷം യോഗ ഇങ്ങനെ പഠിപ്പിച്ച് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് നിർദ്ധരായ ആളുകളെ കാണാൻ തുടങ്ങി. അവിടെ നിന്ന് കൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും എല്ലാം കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ചാരിറ്റി സൊസൈറ്റി നടത്തുന്നുണ്ട്. ആ ചാരിറ്റി സൊസൈറ്റിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കും, മംഗല്യജ്യോതി എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതുകൂടാതെ തന്നെ വിദ്യാജ്യോതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ വർഷവും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭവനജ്യോതി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്, അതിലൂടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കളേഴ്സ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ചുക്കാൻ പിടിക്കുന്നത്. ആ സംഘടന ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ആ സംഘടനയിലൂടെ നിന്നുകൊണ്ട്, കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു കൂട്ടായ്മ വേണം, എല്ലാത്തിനും ഒരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചാരിറ്റി സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിർദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ
വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. അധ്യക്ഷൻ എനിക്ക് സോമൻ സാർ, ഉദ്ഘാടക ലേഖ മാഡം, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ടരെ, നമ്മളൊരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ആനന്ദമേകുന്ന ഒരു ഗാനമേള, ലൈവ് ഗാനമേള കേൾക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. എങ്കിലും ഒരു വാക്ക് പറയാൻ പോകുന്നത് ശരിയല്ല. വിസയിലെ ഞാനിതുപോലെ ഉദ്ഘാടനത്തിന് വന്നതാണ്. അന്ന് അവിടെ ഇവരുടെ പാട്ടൊക്കെ കണ്ട് ഞാനും മെമ്പർഷിപ്പ് എടുത്തു. പാടാൻ അറിയാത്ത എന്നെ ഇവർ പാടിപ്പിച്ചു. അങ്ങനെ ചെറുതായിട്ട് മൂന്നാൻ തുടങ്ങി. പക്ഷേ എനിക്ക് സ്ഥിരം പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച, വളരെ കുറച്ച് ദിവസങ്ങളിലേ ഞാൻ പോയിട്ടുള്ളെങ്കിലും ഏത് പ്രായക്കാർക്കും പാടാനും കൂട്ടുകൂടാനും പറ്റിയൊരു അവസരം അവിടെയുണ്ട്. ഒത്തിരി പ്രായമായ 80 വയസ്സ് കഴിഞ്ഞ ഒരു ചേട്ടൻ കൂടി അവിടെ വന്ന് പാടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വിസയിലേക്ക് ഏവർക്കും ഒരു സ്വാഗതം തന്നെയാണ്. എല്ലാവർക്കും പ്രായഭേദമന്യേ പാടാനും കൂട്ടുകൂടാനും ഒരു അവസരം അവിടെയുണ്ട്. നമ്മൾ ഓരോരുത്തരും പല രീതിയിലുള്ള തിരക്കുകളിലാണെങ്കിലും പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കാരണം പാട്ടുകൊണ്ട് മുറിവുകളെ, മനസ്സിന്റെ മുറിവുകളെ ഉണക്കാനുള്ള കഴിവുകൾ, രോഗങ്ങൾ മാറാനുള്ള കഴിവുകൾ വരെ ഈ ഗാനങ്ങളിലൂടെ നമ്മൾ കിട്ടും. പല രീതിയിലും വിഷമം അനുഭവിക്കുന്നവരെക്കാൾ പാട്ട് പാടുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളിൽ നിന്ന് വിസയുടെ കുടുംബത്തിൽ നിന്ന് വേറെ രീതിക്ക് പോയ ആന്റണിയെയും നമ്മുടെ ജയചന്ദ്രൻ മാഷിനെയെല്ലാം ഈ സമയത്ത് ഓർത്തുകൊണ്ട് അവർക്ക് 1000 രക്തപുഷ്പങ്ങൾ അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിസയിലെ ഉദ്ഘാടകർ പറഞ്ഞതുപോലെ നാൾക്ക് നാൾ വളരട്ടെ, വളർന്ന് പന്തലിച്ച് ഞാറയ്ക്കൽ ഒരു വലിയ വടവൃക്ഷമായി മറ്റുള്ളവർക്ക് ഒരവസരം കൊടുക്കുന്ന നല്ലൊരു ടീമാണത്. അവരെ ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് എല്ലാവർക്കും ആരോഗ്യവും എന്താണ് നല്ല ഗായകരെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രസിഡന്റ് സോമൻ മാഷ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ലേഖ നായർ, ഞാറക്കൽ ഗ്രാമമാതാവ് പ്രിയപ്പെട്ട ശ്രീമതി മിനി രാജു, ഇവിടെ നമ്മുടെ പ്രത്യേക ക്ഷണിതാവായി എത്തിയിട്ടുള്ള ശ്രീ അനീഷ്, ഞാറക്കലിൻ്റെ അഭിമാനം ശ്രീ ഞാറക്കൽ ശ്രീനി അടക്കമുള്ള ശ്രീ ബിജു വർഗീസ്, ശ്രീ ലെനിൻ അടക്കമുള്ള നേതാക്കന്മാരെ, ഏറ്റവും പ്രിയമുള്ള ശ്രീ ബാലകൃഷ്ണ കമ്പത്ത്, ശ്രീ സിബി നായരമ്പലം, സർദാർ സിദ്ധാർത്ഥ അടക്കമുള്ള കലാപ്രവർത്തകരെ, വിസയുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിസ എന്നുള്ള ഒരു പദം മലയാളിയെ എപ്പോഴും കൊതിപ്പിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് തന്നെയാണ് വിസ എന്ന പേരിൽ ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും ഒരു സംഘടന എന്നുള്ള നിലയിൽ വലിയ ചിട്ടയോടുകൂടിയാണ് സോമമാഷും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയ്മോനും പോളും അടങ്ങുന്ന വിസയുടെ നേതൃത്വം ഈ സംഘടന നടത്തിവരുന്നു. വൈപ്പിലെ 600ഓളം വരുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ വാവയെ സംബന്ധിച്ച് വിസ ഞങ്ങളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു സംഘടനയാണ്. കാരണം വാവയിലെ കലാകാരന്മാർ തന്നെയാണ് ഏതാണ്ട് പൂർണ്ണമായും വിസയിലും പ്രവർത്തിക്കുന്നത്. ഇന്ന്
ഈ വിസ എന്ന സംഘടനയെ മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പലപ്പോഴും ഒരു കലാകാരൻ അവൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ജീവിതം ആഘോഷമാക്കി മാറ്റാറുള്ള ഒരു പ്രത്യേകത പലപ്പോഴും കലാകാരന്മാരിൽ കാണാറുണ്ട്. പക്ഷെ വിസയെ വ്യത്യസ്തമാക്കുന്നത് വൈകിട്ട് മലയാളി പൊതുവെ ചോദിച്ചു വരുന്നൊരു ചോദ്യമുണ്ട്, വൈകിട്ട് എന്താ പരിപാടി? അതുകൊണ്ടാണ് മലയാളിയുടെ മദ്യപാന ശീലം ധാരാളമായി വർദ്ധിക്കുന്നത്. ആ ഒരു കാര്യത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ വിസ വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സംഘടനയ്ക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം 5 മണി കഴിഞ്ഞാൽ 6 മണി മുതൽ 9 മണി വരെ യാതൊരു ലഹരിയും ഉപയോഗിക്കാതെ സംഗീതം ലഹരിയായി കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് വിസ. ആ നിലയിൽ ഈ സംഘടന ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വൈപ്പിൻ ജനതയുടെ പൂർണ്ണമായ സഹകരണവും സപ്പോർട്ടും ആവശ്യമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ വ്യത്യസ്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടിയുള്ള വ്യത്യസ്തത കൊണ്ടാണ്. പലപ്പോഴും പത്മ എന്നുള്ള ആദരവുകളൊക്കെ അപ്രസക്തമാകുന്നതും അദ്ദേഹത്തെ പോലുള്ള ഒരു അതുല്യ കലാകാരൻ മരണശേഷം അത് അംഗീകരിക്കപ്പെടുമ്പോഴും സ്വന്തം നിലപാട് നിലയിൽ നിന്നുകൊണ്ട് യാതൊരു ക്ലിക്കുകളുടെയും ഭാഗമാകാതെ സംഗീതമാണ് എന്റെ സന്ദേശം എന്ന് ഉയർത്തി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ മലയാളി എന്നും ഹൃദയത്തിലേറ്റുന്ന, മലയാളി ഉള്ളിടത്തോളം കാലം എന്നും ഹൃദയത്തിലുള്ള പി ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാവയ്ക്ക് വേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സ്നേഹിതരെ, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 2020 ജനുവരിയിലാണ് വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷൻ എന്ന ഞങ്ങളുടെ ഈ കലാകൂട്ടായ്മ തുടക്കം കുറിക്കുന്നത്. അതിന് ഒരു നിദാനമായത് ഞങ്ങളുടെ സുഹൃത്തും സിനിമ സംഗീതത്തിൽ വേറിട്ട സംഗീതം കൊണ്ട് നമ്മളുടെ എല്ലാം മനസ്സിലിടം നേടിയ ഈ ഞാറക്കൽ പ്രദേശത്തെ ഒരു കലാകാരനായിരുന്നു ശ്രീമാൻ ആന്റണി ദേവസി. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാടായിരുന്നു ഇങ്ങനെയൊരു സംഘടന രൂപവൽക്കരിക്കണമെന്നും അത് വൈപ്പിങ്കരയിലുടനീളം അല്ലെങ്കിൽ എറണാകുളത്ത് ഉടനീളം അറിയപ്പെടണമെന്ന ഒരാഗ്രഹം പുള്ളി പങ്കുവെക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 5-8 പേര് കൂടി ഞങ്ങൾ ആലോചിച്ച് തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് വിസ എന്ന ഈ സംഘടന. അതിനുശേഷം കോവിഡിന്റെ മഹാമാരി ലോകത്തെമ്പാടും അലയടിച്ചപ്പോൾ അതിന്റെ അനുരണനം എന്ന പോലെ നമ്മളുടെ സംഗീത ലോകത്തും ഒരു മാന്യം അനുഭവപ്പെടുകയും പബ്ലിക് പരിപാടികൾ നടത്താനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം മഹാമാരിയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും ആ സുഹൃത്തുക്കളെല്ലാം ഒന്ന് ചേർന്ന് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഞങ്ങൾ സംഘടന എടുക്കും ഓഫീസ് എടുത്ത് നാഗപ്പൂർ പ്രദേശത്ത് ഒന്നിച്ചുകൂടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിൽ കുറേയധികം നല്ല പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന, പാട്ടിനെ കൊതിക്കുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. അതിൽ ഒരുപാട് കലാകാരന്മാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ 5ാം വർഷത്തേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഏതായാലും ഞാൻ തീരുമാനിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ ചടങ്ങ് അതിമനോഹരമാക്കിയ സാമ്യപ്രവർത്തകയും നടിയും കാരുണ്യപ്രവർത്തകമായ ശ്രീമതി ലേഖ നായരെ വിസയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദിയും കടപ്പായും ഞാൻ ഏർപ്പെടുത്തുകയാണ്. ശ്രീമതി ഇനി രാജു നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന്റെ കാര്യങ്ങളിലായാലും മറ്റ് സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും രാഷ്ട്രീയം നോക്കാതെ എല്ലാ മേഖലകളിലും എത്തിച്ചെന്ന് ഞങ്ങളുടെ വിസയിലും വരും. നേരത്തെ പറഞ്ഞ വിസയിലൊന്ന് പാടിയിട്ടുണ്ട്, എന്റെ കൂടെ പാടിയിട്ടുണ്ട് ശ്രീമതി മിനി രാജു പല അവസരങ്ങളിലും. അപ്പോ ഇന്ന് ഇവിടെ ഞങ്ങളൊരു നറുക്കെടുപ്പ് വെച്ചിരുന്നു. അതിന് നേരത്തെ തന്നെ എത്തി 3 മണിക്ക് തന്നെ പ്രസന്റ് ചെയ്ത് എത്തിച്ചേർന്ന് അത് ഭംഗിയായി നിർവഹിച്ച് ഇന്ന് ഈ വേദി അലങ്കരിക്കുന്ന ഞാറക്കൽ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മിനി രാജു അവരുടെ വിസയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാം, വൈപ്പങ്കേരയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു സംഘടനയാണ് വാവയും അതുപോലെ നമ്മുടെ നഗരപ്രവേശനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ അപ്പെക്സ് കൗൺസിലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വൈപ്പങ്കരക്കാർക്ക് അറിയാമല്ലാത്ത ഒരു നാമമല്ല അൺഎംപ്ലോയ്മെന്റ് എന്നത്. ഏത് മേഖലയിലെ ഏത് പ്രവർത്തനങ്ങളുടെയും മുന്നിൽ ഉള്ള ഒരു ചുരുക്കുള്ള ഒരു വ്യക്തിത്വം അൺഎംപ്ലോയ്മെന്റ്. ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഉദ്യോഗിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അനിൽ ഞങ്ങളുടെ വിഷയവുമായി വളരെ നല്ല ഒരു ആത്മബന്ധം നിലനിർത്തുന്നുണ്ട്. ശ്രീ അനിൽ പാമൻസിന് വിഷയുടെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ എത്തിയ പ്രിയ ഗായകൻ നല്ല നല്ല സിനിമകളിലെ ഗാനങ്ങളിലൂടെ നമ്മളെ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടിക്കഴിഞ്ഞ് ഇനിയും നമ്മളെ സിനിമാ ഗാനങ്ങളിലൂടെ പ്രചോദിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും കഴിവുള്ള ഒരു കലാകാരൻ ശ്രീമദ് അനൂപ് കൃഷ്ണൻ. അന്ന് ജയമോൻ ക്ഷണിച്ച മാത്രമേ തന്നെ വരാമെന്ന് ഏറ്റ അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സിന്, ഒരു കലാഹൃദയമുള്ള ആ മനസ്സിന് വിസ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മനോഹരമായി. അദ്ദേഹത്തിനും ഞാൻ വിസയുടെ പേരിലുള്ള അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് വൈപ്പങ്കരയില് അറിയപ്പെടുന്ന മറ്റൊരു ഗായകനാണ് വിജേഷ് ഗോപാൽ. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ പാട്ടിന്റെ റെക്കോർഡിംഗുമായി വേറെ 1-2 ആവശ്യങ്ങൾ പോകേണ്ടി വന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വരാമെന്ന് അറിയിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് വേണ്ടി വിസയ്ക്ക് നന്ദി അറിയിക്കുന്നു. ശ്രീമാൻ സെമി നായരമ്പലം, നിങ്ങൾക്കറിയാം, നാടകഗാനങ്ങളിലൂടെ അത് ഒരുപാട് സ്റ്റേജ് ഷോസിലൂടെ വൈപ്പിക്കരക്കാർക്ക് മാത്രമല്ല കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ. വാക്കുകളോട് വിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വൈപ്പിക്കരക്കാർക്ക് സംഭരിച്ചത്. അദ്ദേഹം വിസയുമായുള്ള ഒരു ബന്ധം എന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓർക്കസ്ട്ര ടീമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഗാനമേള നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യത്തിന് വിസയുടെ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമാൻ ബാലകൃഷ്ണ കമ്മത്ത്, ഞാൻ കൂടുതൽ വിവരണങ്ങൾ ആവശ്യമില്ല, കാരണം സമയം നമുക്ക് അധികമില്ല. അപ്പോ ബാലകൃഷ്ണ കമ്മത്തിനെ എല്ലാവർക്കും അറിയാം, വിസയുടെ സന്തത സഹചാരിയാണ്. സംഗീത ലോകത്ത് വളർന്നു വരുന്ന ഒരുപാട് ആൽബങ്ങളും ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശ്രീമാൻ ബാലകൃഷ്ണ കമ്മത്തിന്റെയും വിസയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ച ഒരുപാട് വേൾഡ് റെക്കോർഡ്സ് ഉടമയായ PC ചന്ദ്രബോസ്, അദ്ദേഹം വേറെ ഏതോ തിരക്ക് മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗായകനായ സന്തോഷ് ഞാറക്കൽ, അദ്ദേഹം പാലാ കമ്മ്യൂണിക്കേഷന്റെ പ്രമുഖ ഗായകനാണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നേരത്തെ പോകേണ്ടി വന്നുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ വിസയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സർഗാൻ സിദ്ധാർത്ഥ്, അവർ ജോഡിയാണ്, പെങ്ങളും ആംഗ്ലയുമാണ്, സഹോദരി സഹോദരനാണ്.
ദയാവിനോദിന് ഒരിക്കൽ കൂടി ദയാവിനോദിനും അവസാനം അധിക പറ്റായി മാറും പുരാണമച്ഛൻ. അച്ഛൻ എന്ന മഹാ മനുഷ്യനെ നാം മനസ്സിൽ ധ്യാനിക്കണം, കൂടെ നിർത്തണം. പ്രിയ കലാകാരൻ സിദ്ധാർത്ഥ ജേതു, സർഗ ജേതു അവതരിപ്പിക്കുന്ന ഗസലിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം. गजल का मतलब बात करनी मुझे मुश्किल कभी ऐसी तो नहीं. കൊല്ലത്തിലെ പ്രോഗ്രാമിലെ ആദ്യം 3 ദിവസം പരിപാടി വന്നത് ഈ അടുത്താണ്. അതുകൊണ്ട് ഈ പരിപാടിയൊന്നുമില്ല. പക്ഷേ ആ പരിപാടിയുടെ ഉറക്കം ക്ഷീണം കാരണം ഞാൻ വൈകി പോയതാണ്. ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സവിശേഷமான സംസ്കാരമാണ് നമുക്കുള്ളത്. വ്യത്യസ്ത ആചാരപരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ജനങ്ങൾ ഏകോദര സഹോദരങ്ങൾ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സംസ്കാരം. ഈ സംസ്കാരത്തെ തലമുറകളിലേക്ക് കൈമാറുകയാണ് കേരളത്തിലെ കലാകാരന്മാർ. ഒരു കലാകാരനെ വേദിയിൽ ആദരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ കലാകാരന് വ്യത്യസ്ത സ്ഥാനം തരുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ജനങ്ങൾ കൂടുതലായിട്ട് അംഗീകരിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ ഉളവാകുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു സംരംഭത്തിൽ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി ജഗദീശ്വരോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ, കലാകാരന്മാരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് കാണിച്ച ഇതിന്റെ സംഘാടന സമിതി, പ്രത്യേകിച്ച് ജയ്മോനും എം വി സോമൻ അവരുകളൊക്കെ നേതൃത്വം നൽകുന്ന ഈ സംഘടനയ്ക്ക് സാധിച്ചുവെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ഒരു മനസ്സിൽ കെടാവളക്കായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഈ സംഘടനയുടെ ഞങ്ങളുള്ള ചേർത്ത് പിടിക്കാൻ ഒരിക്കലും ഈ നന്ദി ഒരിക്കലും ഞങ്ങൾ മറക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ്. ക്ഷമിക്കുക, എനിക്ക് അലൗഡ് ആയത് 9 മിനിറ്റാണ്. ഞാൻ 9 മിനിറ്റിനുള്ളിൽ 2 പാട്ട് ഇവിടെ പാടി തീരുകയാണ്. ചെറിയ കൈയടിയൊക്കെ തരുമ്പോൾ കലാകാരനൊരു ഊർജ്ജം, അതായത് എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ കൈയടിയാണ്. സന്തോഷം.
ട്രാക്ക് വിസ ഇവിടെ അവതരിപ്പിക്കുന്ന ജയടൻ അനുസ്മരണത്തിൽ പാടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗമായിരുന്നു. ഒരു ഗാനത്തിന്റെ റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായി ജയമാലി പരിചയപ്പെടുന്നത്. സംഗീതത്തിൽ വളരെ വിൽപ്പത്തിയും പ്രതിബദ്ധയുമുള്ളവർ ചേർന്ന് നടത്തുന്ന സംഗീത സംഘടനകൾ എപ്പോഴും ഗായകർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം സാമൂഹികപരമായ നോക്കിക്കണ്ടാലും ശ്രദ്ധയോടെ സംഗീതത്തെ ഉപാസിക്കുന്നവർ അല്ലെങ്കിൽ സംഗീതം കലയായി കൊണ്ട് നടക്കുന്നവർക്ക് ഒരു വേദിയാണ്, വളരെ പരമോന്നതമായ ഒരു സഹായമാണ് അത്തരത്തിലുള്ള സംഘടനകൾക്ക് നിർവഹിക്കാറുള്ളത്. അങ്ങനെ ഒരു സംഘടനയുടെ 5ാം വാർഷികം പാടാൻ കഴിയുമെന്ന് പറയുന്നതും ഞാനിലെ ഭാഗ്യമായി തന്നെ കരുതുന്നു. ഒപ്പം വിസയിലെ എല്ലാ മെമ്പേഴ്സും എല്ലാ നിറഞ്ഞ നന്മകളോടുകൂടിയ ആശംസകൾ ഈ പരിപാടിക്ക് അർപ്പിക്കുന്നു.
Thank you.